നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പേരൻപ് എന്ന ചിത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. പേരൻപ് എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെയധികം ആളുകൾ കാണുകയും എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100-ലധികം പേര് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. എൻ്റെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തിലുള്ള, അതായത് ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, പറവൂർ എന്ന് പറയാൻ എനിക്ക് കോൾ വന്നിരുന്നു. പറവൂർ എന്നൊരു സുഹൃത്ത് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ കോൾ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പേരൻപ് ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ടിക്കറ്റ് ഒപ്പിച്ച് തന്നവർക്കും ടിക്കറ്റ് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. ഇവരെല്ലാം മമ്മൂട്ടി ആരാധകരാണ്. ഒരാൾ മോഹൻലാൽ ഫാനും ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെയും ഞാൻ നോട്ട് ചെയ്തു. എല്ലാവർക്കും നന്ദി. എന്തായാലും ഒരു എന്താ പറയുക, നിങ്ങളെ നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മറ്റു നടന്മാരുടെ ഫാൻസുകാരും ഞാൻ ഇന്ന് തിയേറ്ററിൽ കയറുമ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ചിത്രം കണ്ടത് ആലുവ കാസിനോ തിയേറ്ററിൽ 11:30-ക്കുള്ള ഷോയാണ്. ആ ചിത്രം കാണുന്ന സമയത്ത് അവിടെ കുറെ മോഹൻലാൽ ഫാൻസുകാരുണ്ടായിരുന്നു. അതുപോലെ ദിലീപ് ആരാധകരും ആ ചിത്രം കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഓക്കെ, പേരൻപ് എന്ന ചിത്രം ഞാൻ കണ്ടു. ഇനി അതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ആ ചിത്രം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂസ് എല്ലാം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള റിവ്യൂസ് എല്ലാം വന്നതാണ്. എൻ്റെ ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരു സിനിമ, പ്രത്യേകിച്ച് ഇതുപോലെ കുറച്ച് കലാമൂല്യമുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആ സിനിമ നമുക്ക് തരാറുണ്ട്. പേരൻപ് എന്ന ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെസ്സേജുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറിപ്പോയ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ കാണുന്ന ഓരോ സിറ്റുവേഷൻസും, ചിത്രം കണ്ടവർക്ക് അറിയാം, 12 പോർഷനായിട്ട് തിരിച്ചിട്ടാണ് ആ ചിത്രം നമുക്ക് മുമ്പിൽ എത്തുന്നത്. ചാപ്റ്റർ 12 വരെ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടാണ് ആ ചിത്രം നമുക്ക് മുമ്പിൽ എത്തുന്നത്. ഓരോ ചാപ്റ്ററും പേരൻപിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക്, അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഈ ഓരോ ചാപ്റ്ററും. കൃത്യമായിട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസ് ആ ചിത്രം നമുക്ക് തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ബോറടിക്കില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഒന്ന്, എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഡയലോഗ് ആദ്യം പറയാം. അതായത് മമ്മൂട്ടിയുടെ വീട് അഞ്ജലിയുടെ കഥാപാത്രം കൈക്കലാക്കി കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് മകളുടെ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുന്ന ഒരു സീനുണ്ട്. അത്യാവശ്യം ഒരു മനക്കൊട്ടിയുള്ള ഒരാളെ കരയിപ്പിക്കാൻ അതിനകത്ത് മമ്മൂട്ടി അടിച്ച ഒരൊറ്റ ഡയലോഗ് മതിയാവും. അതായത് അത് കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ ഫീല് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. മമ്മൂട്ടി അവിടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി ചെല്ലുന്ന സമയത്ത്, അപ്പോൾ അഞ്ജലി ഓൾറെഡി മമ്മൂട്ടിയെ പറ്റിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് കാരണമാണ് ഞാനത് പറഞ്ഞത്. മമ്മൂട്ടീനെ പറ്റിച്ച് കഴിഞ്ഞിരിക്കുന്നു. തിരിച്ച് മമ്മൂട്ടി അവിടെ ചെന്ന് ഡ്രസ്സ് എടുക്കാൻ നേരത്ത് അഞ്ജലിയുടെ ഭർത്താവും പറയുന്നുണ്ട്, സാർ, ഞങ്ങൾ എന്തിനാണ് താങ്കളെ പറ്റിച്ചതെന്ന് താങ്കളൊന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടി അത് കേൾക്കാതെ തിരിച്ചൊരു മറുപടി ഡയലോഗ് പറയുന്നുണ്ട്. ഒരു ആരോഗ്യപരമായിട്ട് അത്ര നല്ല ഇതില്ലാത്ത എൻ്റെ മകളെ വച്ച് ഞാൻ ഇത്ര കഷ്ടപ്പെടുമ്പോൾ എന്നെ പറ്റിക്കാനായിട്ട് നല്ലൊരു ആരോഗ്യമുള്ള ഒരു മകനുള്ള നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാട് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ പറ്റിച്ചതെന്ന് എന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നൊരു സീനുണ്ട്. അതൊരു തകർപ്പൻ പ്രകടനം എന്ന് തന്നെ പറയാം. തകർപ്പൻ എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ ഒരു കണ്ട് തന്നെ ഫീൽ ചെയ്യുക. അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഫീൽ ചെയ്യുക. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു ഘട്ടമുണ്ട്. മമ്മൂട്ടിയുടെ ഇതുപോലെയുള്ള എല്ലാവർക്കും മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ അമ്മേനെയും മോളെ വിട്ടിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അമ്മ അച്ഛനെയും മോളെയും ഉപേക്ഷിച്ചിട്ട് പോകാറുണ്ട്. ഇതിനകത്ത് അമ്മയാണ് പോയിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞതുണ്ടാവും.
അപ്പോൾ ആ അമ്മ പോയി കഴിഞ്ഞാൽ, അമ്മ ഇതുപോലെയുള്ള ഒരു കൊച്ചിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം ഈ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് സംവിധായകൻ റാമിനും അതിൻ്റെ തിരക്കഥയ്ക്കും നമുക്ക് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതും ആ ഒരു റൂട്ടിലൂടെ കഥ കൊണ്ടുപോയതും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം മമ്മൂട്ടി പടത്തിൻ്റെ എൻഡ് സീനിൽ തൻ്റെ ആദ്യ ഭാര്യയെ കാണാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആദ്യ ഭാര്യയെ കാണാനായിട്ട് അദ്ദേഹം പോയി, അവിടെ വന്നു, അവരുടെ വാതിൽക്ക നിന്നു, ബെല്ലടിക്കാതെ തിരിച്ചിറങ്ങി പോരുന്നു. ആ ഇറങ്ങി വരുന്ന കണ്ട് അടുത്ത അയൽക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും മുകളിൽ വേറെ ആളെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ എന്നാൽ അവിടെ പോയി കണ്ടുകൂടിയെന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇദ്ദേഹം അവിടെ കയറി ചെല്ലുന്നു, ബെല്ലടിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് വന്ന് വാതിൽ തുറക്കുന്നു, ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു, ചായ എടുത്തുകൊണ്ട് ഭാര്യ വരുന്നു. ആ സമയത്ത് വീടിൻ്റെ അകത്തു നിന്നൊരു ചെറിയ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഷോട്ട് ഇരിക്കുന്നത് മമ്മൂട്ടിയുടെ മുഖത്താണ്. ഒരു സജഷൻ ഷോട്ടാണ്, മമ്മൂട്ടിയുടെ ഈ ഭാര്യയുടെ പുതിയ ഭർത്താവിൻ്റെ ബാക്കിൽ നിന്ന് വച്ചിരിക്കുന്ന ഒരു സജഷൻ ഷോട്ടാണ്. മമ്മൂട്ടിയുടെ ഫേസിലാണ് അതിൻ്റെ റിയാക്ഷൻ കൊടുത്തിരിക്കുന്നത്. കൊച്ചിൻ്റെ കരച്ചിൽ വരുന്ന സമയത്ത് ഒരു വലിയ ആകാംക്ഷയോട് കൂടി ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് മമ്മൂട്ടി നോക്കുന്നു. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഭർത്താവ് പറയുന്നുണ്ട്, കഴിഞ്ഞ മാസമാണ് കൊച്ചുണ്ടായത്, പെൺകുട്ടിയാണ്, ആരോഗ്യപരമായിട്ടൊരു പ്രശ്നവുമില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ആരോഗ്യമുള്ള കുട്ടിയാണെന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് നേരം ആ മുഖത്തുണ്ടാവുന്ന ഒരു ചലനമുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യമാണ് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് തിയേറ്റർ എക്സ്പീരിയൻസിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ അതിൻ്റെ കള്ള CD മൊബൈലിലൊക്കെ എൻ്റെ നെറ്റിലൊക്കെ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഈ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് മിസ്സാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക, മാക്സിമം ഈ റിലീസിങ് സമയത്ത് തന്നെ പോയി കാണുക. ഇതുപോലെ ഏറ്റവും പീക്കിൽ, ഈ സിനിമയുടെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾ അതിൻ്റെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടീനെ ഒരു സ്ത്രീ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ അടി വെറുതെ മേടിച്ചതല്ല. ആ അടി കിട്ടുന്നത് വരെ നമ്മൾ ഓക്കെ, ഇത് നോർമൽ സിറ്റുവേഷൻ, നമുക്ക് ഊഹിക്കാം, ആ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഒരു ഡയലോഗ് അവരോട് പറയുന്നുണ്ട്. ഒരു 2 വരി, ഏകദേശം ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഡയലോഗ് അവരോട് പറയുന്നുണ്ട്. ആ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ സത്യസന്ധമായിട്ട് എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു എന്നല്ല. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു, അവിടെ ഇരുന്ന് എല്ലാവർക്കും അത് സംഭവിച്ചു എന്നതാണ് സത്യം. അതുപോലെ ഈ ഒരു സംഭവം, പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടുക. ഒരു ആത്മഹത്യ ഒരിക്കലും അതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. ഈ ഒരു അവസ്ഥ നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ധൈര്യപൂർവ്വം നേരിട്ടാൽ നല്ലൊരു ഭാവി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് മിസ്സാവും എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ അതിനെ നേരിടുക എന്ന് തന്നെയാണ് ആ ചിത്രം നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജുകളിലൊന്ന്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടികളെ നോക്കുന്ന പല സെൻറ്ററുകളും നമുക്കുണ്ട്. ഈ സെൻറ്ററുകളെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ഒരു ബിസിനസ്സായിട്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അല്ലാതെ ആതുര സേവനം എന്നൊരു വാക്കിന് വലിയ അർത്ഥമൊന്നും ഈ 2019 ഓരോരുത്തർ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതുപോലുള്ള കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് അത്ര മനുഷ്യപ്പറ്റുള്ളൊരു പരിപാടിയല്ല എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബിസിനസ് നടത്താൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്, അത് നടത്തുക. ഒരിക്കലും ഇതുപോലെയുള്ളൊരു കുട്ടികളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഫാമിലിയെ യൂസ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ചിത്രത്തിൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പറയേണ്ട. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ 2-3 പോയിന്റുകൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ്. 2.5 മണിക്കൂർ ചിത്രം പക്ക മമ്മൂട്ടിയെ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ സാധന എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവളുടെ ആ കുട്ടിയുടെ അഭിനയം, അത് ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ട് അതേപോലെ ഒരു കുട്ടി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് സെയിം രീതിയിൽ ആ കുട്ടി അഭിനയിച്ചു എന്ന് പറയുന്നത് ആ കുട്ടിക്കും നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ അഞ്ജലി, വളരെ ചെറിയ കഥാപാത്രമാണ് അഞ്ജലി ചെയ്തത്. അഞ്ജലിയുടെ കഥാപാത്രം വളരെ മനോഹരമാക്കാൻ അഞ്ജലിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അഞ്ജലിയുടെ പെർഫോമൻസ് എല്ലാം കണ്ടതാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ, അഞ്ജലി അമീർ എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾക്കറിയാം. അവരുടെ അഭിനയം, ഇതിനകത്താണ് ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത്.
ഇതിനകത്ത് അവരുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. അവരെ ഈ കഥാപാത്രം തിരഞ്ഞെടുത്തതിലും സംവിധായകന് 100 മാർക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ ചിത്രത്തോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ പാട്ടുകൾ അല്ല, ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ടുകൾ മാത്രമല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ RRR അതിൻ്റെ ഏറ്റവും ബലം നൽകുന്നത് ഇതുപോലുള്ള ചിത്രങ്ങളിൽ. അതിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്താൻ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള യുവൻ ശങ്കർ രാജയ്ക്കും സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ക്യാമറ വളരെ മനോഹരമായിട്ടുണ്ട്. ഫസ്റ്റ് സീനിൽ ആ ഒരു തണുപ്പ്, നമുക്ക് ആ തണുപ്പ് കാണിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ശരിക്കും തണുപ്പ് ഫീൽ ചെയ്യുന്ന ഫ്രെയിമുകളാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. ക്യാമറ അവിടെ ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ ചിത്രം മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ക്യാമറമാനും ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും മനോഹരമായ ചിത്രം. നിങ്ങൾ മിസ് ചെയ്ത നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു പരാജയമായിരിക്കും ഇത് എന്ന് ഉറപ്പിക്കുക. ഈ ചിത്രം മറ്റുള്ള ഫാൻസുകാരും, അതായത് മോഹൻലാൽ ഫാൻസ് ആയാലും ദിലീപ് ഫാൻസ് ആയാലും ബാക്കിയുള്ള ഫാൻസുകാരെല്ലാം ചിത്രം കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് നല്ല സിനിമയെ മലയാളികൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായാലും അടുത്തുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നും ചിത്രം ഹൗസ്ഫുള്ളായിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഈ 8:30ക്ക് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇന്ന് കണ്ട തിയേറ്ററിൽ ഞാൻ ബുക്ക് ബൈ ഷോ എടുത്ത് നോക്കുമ്പോൾ ചിത്രം ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന് ഇതുപോലെ ഷോസിന്റെ എണ്ണം കുറച്ചത് വളരെ മോശമായ ഒരു പരിപാടിയായി പോയി എന്നും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും താഴെ രേഖപ്പെടുത്തുക. കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അല്പം മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നിരവധി സ്ത്രീകളും കുട്ടികളും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവരൊക്കെ അത് കേൾക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.